ദേശീയപാതയിൽ ഹാർബർ മുക്കാളിയിൽ അടിപ്പാത സ്ഥാപിക്കാൻ സത്വര നടപടിയെടുക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ജനപ്രതിനിധികൾ, വകുപ്പ് മേധാവികൾ എന്നിവരുടെ യോഗം വിളിച്ചു ചേർക്കാനും യോഗം തീരുമാനിച്ചു. നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ ജോലി ചെയ്യുന്നതും നിരവധി വലിയ വാഹനങ്ങൾ തുറമുഖത്തേക്ക് പോകുന്നതും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്ത് അടിപ്പാത അനിവാര്യമാണെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. വർഷങ്ങളായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നം സമിതി അംഗം പ്രദീപ് ചോമ്പാലയാണ് ഉന്നയിച്ചത്. ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം ഗ്രാമപഞ്ചായത്തുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ താലൂക്കിലെ ജനപ്രതിനിധികൾ, വകുപ്പ് മേധാവികൾ എന്നിവരുടെ യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു. യോഗത്തിൽ പങ്കെടുത്ത ജനപ്രതിനിധികൾ ജലജീവൻ മിഷൻ പദ്ധതിക്കായി റോഡ് വെട്ടിപ്പൊളിച്ച മൂലമുള്ള ദുരിതങ്ങൾ ഉന്നയിച്ചിരുന്നു. സമിതി അംഗം കളത്തിൽ ബാബുവാണ് യോഗം വിളിക്കേണ്ട കാര്യം ഉന്നയിച്ചത്. മൺസൂൺ കാലങ്ങളിൽ മാനദണ്ഡങ്ങൾ മറികടന്ന് റോഡുകൾ കുത്തിപ്പൊളിക്കുന്നത് അപകടങ്ങളും കുടിവെള്ളം മുടങ്ങുന്ന പ്രശ്നങ്ങളും നാദാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം സഫീറ, സമിതി അംഗം പി രാജൻ എന്നിവരാണ് ഉന്നയിച്ചത്. വടകരയിലെ കാലപ്പഴക്കം വന്ന കെട്ടിടങ്ങളുടെ അപകടാവസ്ഥ പരിഹരിക്കണമെന്ന് താലൂക്ക് വികസന സമിതി അംഗം PM മുസ്തഫ ആവശ്യപ്പെട്ടു. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള മത്സ്യ മാർക്കറ്റ് കെട്ടിടം, ദ്വാരക ബിൽഡിംഗ്, ബസ് സ്റ്റാൻഡ് ബിൽഡിംഗുകൾ, കോടതിക്ക് സമീപമുള്ള ലൈബ്രറി കെട്ടിടം ഉൾപ്പെടെയുള്ള കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ നഗരത്തിലുണ്ട്. ഇത്തരം കെട്ടിടങ്ങൾ പലതും ജനങ്ങളുടെ ജീവന് വളരെ ഭീഷണിയാണ്. കോഴിക്കോട് NITയുടെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘവും നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗവും പരിശോധന നടത്തി പ്രശ്നം പരിഹരിക്കുമെന്ന് മുനിസിപ്പൽ അധികൃതർ പറഞ്ഞു. കാവിലുംപാറ പഞ്ചായത്തിൽ നടന്ന കനത്ത മഴയാലും ചുഴലിക്കാറ്റിലും ദുരിതം നേരിടുന്നവർക്കുള്ള നഷ്ടപരിഹാരം അനുവദിക്കണമെന്ന് കാവിലുംപാറ പഞ്ചായത്ത് പ്രസിഡന്റ് പൊയിൽപ്പറമ്പത്ത് മേഘ ആവശ്യപ്പെട്ടു. വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. സമിതി അംഗങ്ങളായ പുറന്തോടത്ത് സുകുമാരൻ, PK ദാമു, PP രാജൻ, പ്രദീപ് ചോമ്പാല, PM മുസ്തഫ, കളത്തിൽ ബാബു, തഹസിൽദാർ K ലതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു.